യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളൊരു വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മൾ ധാരാളം ഈ കൺവെൻഷനിലൂടെ അനേകർക്ക് വലിയ അഭിഷേകം പരിശുദ്ധാത്മ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കൃപ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ പരിശുദ്ധാത്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് പലപ്പോഴും പലരും ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ എത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു വിടുതലില്ല, എനിക്കൊരു സൗഖ്യമില്ല, എനിക്ക് സന്തോഷമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി എല്ലാം ഉണ്ടെങ്കിലും അസ്വസ്ഥരാണ്. പലപ്പോഴും എല്ലാം ഉണ്ടെങ്കിലും അസ്വസ്ഥരാണ്. ചിലർക്ക് പണമില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ട്, ചിലർക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആദ്യം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. ചിലർക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയില്ല. ജോലിയുള്ളവർക്ക് ജീവിത പങ്കാളിയെ കിട്ടിയിട്ടില്ല. ജീവിത പങ്കാളിയെ കിട്ടിയവർക്ക് മക്കളില്ല. മക്കളുള്ളവർക്ക് മക്കളുടെ അനുസരണക്കേട്. ഇനി മക്കള് അനുസരണക്കേട് എന്നതിൽ വളർന്ന ഒരു തെറ്റായ സ്നേഹബന്ധങ്ങൾ. ഇങ്ങനെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹമാണ് ഇന്നത്തെ സമൂഹം മുഴുവൻ, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് വിധത്തിൽ. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഈ ശുശ്രൂഷയും വന്നിട്ട് അച്ഛൻ കേൾക്കുന്നത് ഇത് തന്നെയാണ്. അച്ഛാ പ്രാർത്ഥിക്ക്, ഒന്നെങ്കിൽ വീട്ടിൽ ഭർത്താവ് മദ്യപാനം, അല്ലെങ്കിൽ പറയും അച്ഛാ പ്രാർത്ഥിക്ക്, എൻ്റെ മകൻ സ്നേഹബന്ധത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്, ഇന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചു വന്നില്ല. അന്യജാതിക്കാരുടെ കൂടെ ബന്ധപ്പെട്ട് അങ്ങനെ. ചിലർ പറയും എൻ്റെ മകൻ മയക്കുമരുന്നിനും മദ്യത്തിനും കഞ്ചാവിനും അടിമയാണ്, അച്ഛനെന്ന് പ്രാർത്ഥിക്ക്, വിടുവിക്ക്. അസ്വസ്ഥരാണ് ജനം. ചിലർ പറയും എൻ്റെ മക്കൾ പഠിക്കുന്നില്ല, ട്യൂഷൻ കൊടുത്ത് പല രീതി സഹായം ചെയ്ത് നോക്കി, പഠിക്കുന്നില്ല, അച്ഛാ പ്രാർത്ഥിക്ക്. ഇങ്ങനെ ഓരോന്നോരോന്ന് പ്രശ്നം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം ഉള്ളവർക്ക് ഉള്ളതിനെ കുറിച്ചുള്ള, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിനെ കുറിച്ചുള്ള വേദന. ഞാൻ പരിശുദ്ധാത്മാവ് ചോദിച്ചു എന്തുകൊണ്ടാ? അപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനും യേശുക്രിസ്തുവിൻ്റെ വചനത്തിനും വില കൊടുക്കുന്നില്ല, അതുകൊണ്ടാ എന്നാ ഈശോ പറഞ്ഞത്. യേശുക്രിസ്തുവിന് ഒരു വിലയില്ല. യേശുക്രിസ്തു ആരാ? ആ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നില്ല. ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ. ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് എനിക്കൊരു വചനം നൽകി. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം. അവിടെ സക്കേവൂസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാണും. അവന് പൊക്കം കുറവായിരുന്നു. അവിടെ നമ്മൾ പലപ്പോഴും അവൻ്റെ പൊക്കം കുറവിനെയാണ് നമ്മൾ ചിത്രീകരിക്കുക, എല്ലാവരും വ്യാഖ്യാനിക്കുക. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം. അവൻ ഒരിക്കലും ഈശോയെ കാണാൻ പറ്റിയിട്ടില്ല. അവൻ ഒരിക്കലും ഈശോയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ല. അവൻ്റെ ചിന്ത മുഴുവൻ സമ്പാദിക്കുക. അവൻ സമ്പാദിച്ചു, അന്യരുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ സമ്പാദിച്ച് കൂട്ടി. എന്നാൽ അവൻ ഈ സമ്പാദിച്ചതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. അവൻ ആകെപ്പാടെ സങ്കടപ്പെട്ടു. അപ്പോഴാണ് അവൻ ഈശോയെക്കുറിച്ച്, ഈശോയെ കാണാനായിട്ട് ആഗ്രഹിച്ചു. അവൻ ഈശോയെ കാണാൻ വേണ്ടി ഒരു സിക്കമൂർ മരത്തിൻ്റെ ചുവട്ടി വന്നു. അതിലവൻ കയറി മുകളിൽ ചെന്നിരുന്നു. ഈശോ കടന്നുപോയി. ഇതൊക്കെ നമുക്കറിയാവുന്ന സംഭവമാണ്. ഈശോ ആ സിക്കമോർ മരത്തിൻ്റെ താഴെ വന്നു. ആ യേശു സക്കേവൂസിനെ സ്നേഹത്തോടെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കണം. സക്കേവൂസ് വേഗം ഇറങ്ങി വന്ന് ഈശോയെ കൊണ്ട് വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ വീട്ടിൽ വന്നു. അപ്പൊ തന്നെ സക്കേവൂസിനെ തിരിച്ചറിയാണ്. ഈശോ സക്കേവൂസിന്റെ ഭവനത്തിൽ വന്നു. അപ്പോൾ തന്നെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സക്കേവൂസ് പറയാണ്, ഞാൻ പാപിയാണ്, എനിക്ക് കുറവുണ്ട്, ഞാൻ വഞ്ചകനാണ്, ഞാൻ ചുങ്കക്കാരനാണ്, ഞാൻ അന്യരെ കണ്ണുനീര് വീഴിക്കുന്നവനാണ്, എൻ്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യമില്ല, തിന്മയാണ്. അതിന് കാരണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. അവന് ബോധ്യം കിട്ടി. എന്നിട്ട് പറയാണ്, ഞാനിതാ എൻ്റെ സ്വത്ത് ദരിദ്രർക്ക് വീതിച്ചു കൊടുക്കുന്നു, വഞ്ചിച്ചെടുത്തവർക്ക് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. നമുക്ക് എത്ര ശക്തമായി, നമുക്ക് എപ്പോഴാണ് സക്കേവൂസ് എന്ന് പറയാൻ തോന്നിയത്? പ്രിയപ്പെട്ട സഹോദരൻ, സക്കേവൂസിന് പറയാൻ തോന്നിയത് ഈശോ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, യേശുക്രിസ്തു വീട്ടിലേക്ക് വന്നപ്പോൾ മാത്രമാണ് സക്കേവൂസിന് തൻ്റെ ജീവിതത്തിലുള്ള കുറവിനെ തിരിച്ചറിച്ച് അതിനെ തിരുത്താൻ പറ്റിയത്. ഇന്ന് പലർക്കും
ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന പലരുടെയും കുടുംബത്തിൽ സഹനങ്ങളും വേദനയും ഞെരുക്കവും അതുപോലെ അസ്വസ്ഥത കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ കുടുംബത്തിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇല്ല. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവൻ ശരി, അവന്റെ കുമ്പസാരൊക്കെ യേശുവിനെ വേദനിപ്പിച്ചല്ലോ. ഞാൻ അയ്യോ യേശുവിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന് സങ്കടപ്പെടും. യേശു ക്രിസ്തു കടന്നു വന്നാൽ പിന്നെ അവന് ആ യേശുവിന് അപ്പുറത്ത് വേറെ ഒന്നുമില്ല. സക്കവൂസ് കണ്ണുനീരോടെ പറയാണ് സത്യം. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു നമ്മുടെ കുടുംബത്തിലേക്ക്, യേശു ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ കുടുംബത്തിൽ ഈശോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സുവിശേഷം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ പിശാചിന് കീഴ്പ്പെടുത്താൻ പറ്റില്ല, അന്ധകാരത്തിന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ വചനമില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ അത്രമാത്രം തിന്മ കുടികുത്തി വാഴുന്ന ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെറിയൊരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോൺ ശരിക്കും അതിൻ്റെ ഉപയോഗം മാത്രം നടത്തണമെങ്കിൽ പ്രിയപ്പെട്ട ഒരു കർത്താവിന് കൃപ വേണം. പണ്ട് തലേ തുണിയിട്ട് പോയി സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഇന്ന് വേണമെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. നിങ്ങൾ വട്ടായച്ചൻ്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം യൂട്യൂബിൽ കാണാൻ വേണ്ടി എടുത്തു. എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് വരും നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്ത്, കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യവും യേശു ക്രിസ്തുവിന്റെ വചനവും നിങ്ങളില്ല എങ്കിൽ ഉറപ്പ് സാത്താൻ നിങ്ങളെ കൊണ്ടുപോകും. അതുകൊണ്ടാ പറയുന്നത്, ഇന്ന് പലരുടെയും കുടുംബങ്ങൾ, പലരുടെയും ജീവിതങ്ങൾ മദ്യവും മയക്കുമരുന്നും അതുപോലെ ജീവിതം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായിരിക്കാൻ കാരണം ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവില്ല, യേശു ക്രിസ്തുവിന്റെ വചനത്തിന് വിലയില്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 9-ാമത്തെ തിരുലിഖിതം, അവിടെ ചുങ്കക്കാരനായ മത്തായിയെ കാണും. കഴുത്തറുത്ത് ചുങ്കം പിരിക്കുന്ന മത്തായി. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9. യേശു ഒന്ന് വായിച്ചേ. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റു യേശുവിനെ ഹല്ലേലൂയ. യേശു മത്തായിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് അവൻ ചുങ്കം ഭരിച്ചില്ല. പിന്നെ യേശു ക്രിസ്തുവിന്റെ വചനം സ്വീകരിച്ച് വിശുദ്ധനായി ജീവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചുങ്കക്കാരനായ മത്തായിലൂടെയാണ് ഈശോ തൻ്റെ സുവിശേഷം രചിച്ചത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളൊക്കെ മരിച്ച് നമ്മുടെ മക്കളും യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെയും ജനം പറയും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. എഴുതിയത് ആരാ? ഒരു ചുങ്കക്കാരനായ, സമൂഹത്തിൽ പേരില്ലാത്ത, ആളുകൾ വെറുക്കുന്ന, അല്ലെങ്കിൽ അവന്റെ പേര് കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന ഒരു മനുഷ്യന്. അവന് കരിക്കട്ടയായിരുന്ന സക്കവൂസിന്റെ അല്ലെങ്കിൽ മത്തായിയുടെ ഈ രണ്ടുപേരും കരിക്കട്ടകളായിരുന്നു സമൂഹത്തിൽ. രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നു. യേശുവിന്റെ വചനവരും നിറഞ്ഞു. അവർ യേശു ക്രിസ്തുവിന് പ്രിയപ്പെട്ടവരായി മാറി, ലോകത്തിന് പ്രിയപ്പെട്ടവരായി ജനഹൃദയങ്ങളിൽ അവർ സ്ഥാനമുറപ്പിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി കഴിഞ്ഞ് ഞായറാഴ്ച നിങ്ങൾ ഈ ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ അസ്വസ്ഥതകളും വേദനകളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറണമെങ്കിൽ യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിന്റെ വചനത്തെയും മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി എന്ന് പറയുന്ന സ്ത്രീയെ കാണും. ഈ സ്ത്രീ ആരെ കണ്ടാലും അവരെ വശീകരിച്ച് കൊണ്ടുപോയി പാപം ചെയ്ത് അവരെ പോക്കറ്റിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ജഡികാസക്തി, വ്യഭിചാരാസക്തികളാൽ കുടുങ്ങിക്കിടക്കുന്നത്. ഉച്ചയ്ക്ക് അവൾക്ക് വെള്ളം കോരാൻ വരേണ്ട ഒരു ആവശ്യമില്ല. ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നിട്ട് അവൾ ഈശോയെ വശീകരിക്കാൻ നോക്കി. ഈശോ കൊടുത്തു, എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തു. അവളുടെ ഹൃദയത്തിലേക്ക് യേശുവിന്റെ സാന്നിധ്യവും യേശുവിന്റെ വചനവും നിറഞ്ഞു. അപ്പോൾ അവിടെ കാണുന്നുണ്ട്, അവൾ കുടം താഴെ വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുടം താഴെ വെച്ചു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അതിന് കാരണം എത്രയുള്ളൂ? അവളുടെ കുടം എന്ന് പറഞ്ഞാൽ അശുദ്ധിയുടെ കുടം, വ്യഭിചാരത്തിന്റെ കുടം, ആസക്തിയുടെ കുടം. സക്കേവൂസ് ചുങ്കം പിരിക്കുന്ന തന്റെ അമിതമായ പണത്തിനുള്ള ആർത്തി താഴത്തേക്ക് വെച്ചിട്ട് യേശുവിനെ സ്വീകരിച്ചു. മത്തായി പണത്തിനുള്ള ആർത്തി താഴെ വെച്ചിട്ട് യേശുവിനെ സ്വീകരിച്ചു. സമയക്കേരി തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ജഡത്തിന്റെ ആസക്തി, വ്യഭിചാര ആസക്തി, അനേകരെ നശിപ്പിക്കുന്ന ശരീരത്തിന്റെ ആസക്തി അവൾ ആ കുടം താഴെ വെച്ചു. എന്നിട്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. എന്നിട്ട് അവൾ പട്ടണത്തിലേക്ക് ഇറങ്ങിയിട്ട് പറയുകയാണ്, ഇതാ ഞാനൊരു പ്രവാചകനെ കണ്ടു, അവൻ ശക്തനാണ്, എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി, അവൻ ദൈവപുത്രനാണ്, അവൻ സാക്ഷി കൊടുത്തു. ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഓരോ കൺവെൻഷൻ കഴിഞ്ഞു പോയി, എൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടില്ല, എനിക്കൊരു വിടുതലില്ല, എൻ്റെ മക്കൾ രക്ഷപ്പെട്ടിട്ടില്ല, എനിക്ക് മക്കളുണ്ടായിട്ടില്ല, എനിക്ക് ഭവനമില്ല, എൻ്റെ ജീവിതത്തിൽ വീണ്ടും തകർച്ച 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 തകർച്ച. എന്തുകൊണ്ട്? നിങ്ങൾ ഈ ധ്യാനം കഴിയുമ്പോൾ വീണ്ടും ഈ ധ്യാനത്തിന്റെ ദിവസത്തെ ആ എഫക്റ്റ് 2-3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വിട്ടുപോകും. പിന്നീട് നിങ്ങൾ പഴയ സ്ഥിതിയിലേക്കാവും. കാരണം നിങ്ങളിൽ യേശു ക്രിസ്തുവോ യേശു ക്രിസ്തുവിന്റെ വചനമോ വേരുറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ധ്യാനത്തിൽ ഞാൻ തുടക്കത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ശുശ്രൂഷയിലൂടെ തന്നെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നേ ഉള്ളൂ: യേശു ക്രിസ്തു, യേശുവിന്റെ വചനം, അവന്റെ പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും നിങ്ങളെ സഹായിക്കും. ഇവ നിങ്ങളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളിൽ നിറഞ്ഞ് ആ വചനത്തിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് നിറയുമ്പോൾ സകല തടസ്സങ്ങൾ മാറും. അതല്ലെങ്കിൽ അശുദ്ധി ഇന്നതിനേക്കാൾ കൂടുതൽ അശുദ്ധിയും മ്ലേച്ഛതയും എന്ന് ചെയ്ത് പാപത്തിൻ്റെയും ദുരാത്മാവ് പിടികൂടി അശുദ്ധിയിൽ കുടുങ്ങി നശിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ സ്വീകരിക്കുക. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാമത്തെ തിരുലിഖിതം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് അപ്പോൾ സ്വർഗത്തിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം വിശുദ്ധ അന്തോന്യൂസ്, നിങ്ങളെല്ലാവരും അന്തോന്യൂസ് പുണ്യാളോട് പ്രാർത്ഥിക്കുമല്ലോ. ഈ എറണാകുളത്ത് അന്തോന്യൂസ് പുണ്യാളുടെ കുറേ ഫേമസ് പള്ളികളൊക്കെ ഉണ്ട് അല്ലേ? അവിടെയൊക്കെ നിങ്ങളത്ത് പോയി ചൊവ്വാഴ്ച നൊവേന ഒക്കെ പ്രാർത്ഥിക്കും. നൊവേനയിൽ പോയിട്ട് കരഞ്ഞ് നിലവിളിച്ച് അന്തോന്യൂസ് പുണ്യാളാ പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അന്തോന്യൂസ് പുണ്യാളോട് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു നിങ്ങളുടെ കയ്യിൽ ഇല്ല, പിന്നെ എങ്ങനെയാ ഈ അന്തോന്യൂസ് പുണ്യാളിന് എന്തുകൊണ്ടാ ഇത്ര വിശുദ്ധനായത്? അന്തോന്യൂസ് പുണ്യാളിനെ കർത്താവ് വിശുദ്ധനായി ഉയർത്തി നിന്നുകൊണ്ടാ, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത് കൊണ്ട്. ഒരു വലിയ പ്രഭു കുടുംബത്തിൽപ്പെട്ട ജനിച്ച്, അതായത് സമ്പത്തിന് മേൽ വലിയ ധനാട്ടിനായിരുന്നു ആ അന്തോന്യൂസ് പുണ്യാളുടെ കുടുംബം, അപ്പൻ. അവിടെ ജനിച്ച അന്തോന്യൂസ് പുണ്യാളൻ മനസ്സിലാക്കുകയാണ്, ഈ സ്വത്തോ ഈ പണമോ എൻ്റെ പിതാവിൻ്റെ അധികാരമോ ഇതൊന്നുമല്ല എനിക്ക് ഏറ്റവും അമൂല്യം എൻ്റെ ദൈവമായ കർത്താവ് എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ച് എനിക്ക് രൂപം നൽകി എന്നെ നയിക്കുന്ന, എന്നെ ശക്തിപ്പെടുത്തുന്ന, എനിക്കെല്ലാ അഭിഷേകവും നൽകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഈശോ പറഞ്ഞു, നിനക്കുള്ളതിൽ. അതുകൊണ്ട് അന്തോന്യൂസ് പുണ്യാളൻ ഈശോയെ അനുഗമിക്കുമ്പോൾ അപ്പൻ വാങ്ങിച്ചു തന്ന സകല വസ്തുക്കളും ഉപേക്ഷിച്ചിട്ട്, അവസാനം അതായത് ഡ്രസ്സ് വരെ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ഈ ഒരു വചനമാണ് അന്തോന്യൂസ് പുണ്യാളൻ ശക്തി. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സഭയിൽ വലിയ വിശുദ്ധനായ ഒരു വ്യക്തിയാണ് വിശുദ്ധ അഗസ്റ്റിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഗസ്റ്റിന്റെ ജീവിതത്തിൽ എന്താ ഒരു കുത്തഴിഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ സകല മ്ലേച്ഛതയും, അതായത് തൻ്റെ ജീവിതത്തിൽ താൻ യൗവന കാലത്തിൽ തൊട്ടേ മദ്യത്തിനും മയക്കുമരുന്നിനും മദിരാശിക്കും ഈ അടിമപ്പെട്ട് തകർന്ന് തരിപ്പണമായ ഒരു ജീവിതം. ഈ മകന്റെ ജീവിതം കണ്ടിട്ട് എല്ലാ ദിവസവും കരഞ്ഞ് കണ്ണുനീർ ഒലിപ്പിക്കുന്ന ഒരു അമ്മ ദേവാലയത്തിലേക്ക് പോയിട്ട് നീണ്ട വർഷങ്ങൾ മകന് വേണ്ടി കണ്ണുനീരൊലിപ്പിക്കുകയാണ്. എൻ്റെ മകനെ തിരിച്ചു തരണം, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് ചങ്കുവെട്ടി വിളിച്ച് അവസാനം കണ്ണുനീര് കോപ്പയ്ക്കകത്ത് ശേഖരിച്ച് അൾത്താരയിലേക്ക് സമർപ്പിക്കുന്ന ഒരു അമ്മ.
ആൾത്താരിലേക്ക് സമർപ്പിക്കുകയാണ്. അവസാനം കുറേ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ അമ്മ പറയാണ്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ പ്രാർത്ഥന നിർത്തി, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥന നിർത്തി എന്ന് പറഞ്ഞ് ദൈവത്തോട് പഴി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാ ദേവാലയത്തിന് മുമ്പിൽ ഒരു വൈദികൻ നിൽക്കുകയാണ്. അന്ന് വൈദികൻ പിന്നീട് പിതാവായി ഇപ്പം വിശുദ്ധനായി, വിശുദ്ധ അംബ്രോസ് ചോദിക്കുകയാണ്, സഹോദരി നീ എന്താണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോണത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട അച്ഛാ, വികാരി അച്ഛാ, ഞാൻ പ്രാർത്ഥന നിർത്തി. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നീണ്ട 10-18 വർഷങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എൻ്റെ മകൻ്റെ മാനസാന്തരം കാണാത്ത ഒരു ദൈവത്തോട് ഇനി ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഈ അമ്മയോട് അച്ഛൻ പറയാണ്, പിതാവ് പറയാണ്, മകളെ നീ പ്രാർത്ഥിക്കുക. എന്നാണോ നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിന്നിലേക്ക് കടന്നു വരുന്നതോടൊപ്പം നിന്റെ മകന്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുന്ന ദിവസമുണ്ട്. അന്ന് അവനെ ഈശോ തൊടും. നിന്റെ ദൈവം നിന്റെ മകനെ തൊടും. ആ തൊട്ട് കഴിയുമ്പോൾ അവൻ നിനക്കൊരു മുത്തായി മാറും. നിനക്ക് മാത്രമല്ല, ലോകത്തിന് മുത്തായി മാറും. അപ്പോൾ ആ അമ്മ വിറങ്ങലിക്കുന്ന കൈയോടുകൂടെ ഈ അച്ഛൻ്റെ കയ്യിലേക്ക് പിടിച്ച, അച്ഛാ ഇത് സംഭവിക്കുമോ? എന്താണ് സംശയം? യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, അവൻ്റെ വചനം ജീവനുള്ളതാണെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോവുകയല്ല. നീ ഓടിപ്പോയി വീണ്ടും പ്രാർത്ഥിക്കാൻ പറ്റും. വീണ്ടും പ്രാർത്ഥിച്ചു. നീണ്ട 32 വർഷം പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഇതാ അഗസ്റ്റിൻ തൻ്റെ മുറിയിലിരിക്കുമ്പോൾ അഗസ്റ്റിനോട് ഒരാൾ സംസാരിക്കുകയാണ്. എടുത്തു വായിക്കുക. അഗസ്റ്റിൻ എന്ത് വായിക്കണം? എന്താ വായിക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, നീ ബൈബിൾ എടുത്ത് വായിക്കുക. അവൻ ബൈബിൾ എടുത്ത് കണ്ണടച്ച് തുറന്നു. അപ്പൊ കിട്ടിയ വചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ തിരുലിഖിതം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഗലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാശക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ആകർഷണം ചിന്തിച്ചു, എന്താ എനിക്ക് ഈ വചനം? പകലിന് യോജിച്ച വിധം നീ പെരുമാറുക. ആകർഷണം ചിന്തിച്ചു, ഞാൻ പകലിന്റെ പ്രവൃത്തിയല്ല ചെയ്തുകൊണ്ട്, ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. മദ്യം, മദിരാശി, അസൂയ, കലഹം, വിദ്വേഷം, കൊലപാതകം, ധാർഷ്ട്യം, അനുസരണക്കേട്, താൻ തോന്നിത്തം, മാതാപിതാക്കളെ വേദനിപ്പിക്കുക, സഹോദരങ്ങൾ വേദനിപ്പിക്കുക, എല്ലാവർക്കും കണ്ണീര് കൊടുക്കുന്ന ഒരു താൻ തോന്നി. ഇത് പകലിന്റെ ജീവിതമല്ല. അവൻ അവിടെ നിന്ന് പൊട്ടിക്കര. ആ ഒരൊറ്റ വചനം കൊണ്ട് ഇതാ ഈശോ ആ വചനം അഗസ്റ്റിനിലേക്ക് നിറഞ്ഞു. അവന്റെ കണ്ണീരണിഞ്ഞു. അവൻ എഴുന്നേറ്റു. ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവനതാ ഒരു പള്ളി കാണിച്ചു കൊടുക്കും. അവൻ നേരെ പള്ളിയിലേക്ക് പോയി. നീണ്ട മണിക്കൂറെടുത്ത് തൻ്റെ സകല പാപങ്ങളും അവൻ ഏറ്റു പറഞ്ഞു. വന്ന വീഴ്ചകളെല്ലാം, വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, വിവാഹം കഴിച്ചിട്ടില്ല, അതിനു മുമ്പ് ഒരു കുട്ടി വരെയും ജനിച്ച അഗസ്റ്റിൻ. ഒരു അഗസ്റ്റിൻ്റെ കുമ്പസാരം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. കിട്ടിയെങ്കിൽ മേടിച്ച് വായിച്ച് നോക്ക്. നമ്മുടെ കണ്ണുനീര്, നമ്മുടെ കണ്ണ് നനയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുമ്പസാരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വന്നു. പിന്നീട് അവൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞ് അവൻ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, സാത്താൻ വീണ്ടും ഇതാ അഗസ്റ്റിൻ നടന്നു പോകുന്ന സമയത്ത് പണ്ട് പാപം ചെയ്ത സ്ത്രീകൾ അഗസ്റ്റിനെ കൈകൂട്ടി വിളിക്കാൻ, വാ 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 എന്ന് പറഞ്ഞു. അഗസ്റ്റിൻ പറഞ്ഞു, കൺട്രോൾ കിട്ടാതെ പോയി വീണ്ടും വിളിച്ചു. അങ്ങനെ പല പെണ്ണുങ്ങളെ വിളിക്കാൻ തുടങ്ങി. വിളിച്ചപ്പോൾ അവൻ അകത്തേക്ക് കയറിയിട്ട് അടുത്ത് ചെന്നിട്ട് ഈ പെൺകുട്ടികളോട് പറയാണ്, അഗസ്റ്റിൻ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അഗസ്റ്റിൻ മരിച്ചുപോയി. ഇത് യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഇന്ന് അവൻ്റെ വചനം എന്നിൽ ജീവനായിട്ടുണ്ട്. ഈ യേശു ക്രിസ്തു അവൻ്റെ വചനവും ഞാൻ അനുഭവിക്കുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ഇനി എനിക്ക് പഴയകാല ജീവിതമില്ല. ഹല്ലേലൂയ. നീണ്ട വർഷങ്ങൾ പാപത്തിന്റെ പിടിയിൽ കുടുങ്ങി അശുദ്ധിയിലും മ്ലേച്ഛതയിലും ജീവിച്ച ഒരു മനുഷ്യൻ എങ്ങനെ പറയാൻ പറ്റി, എൻ്റെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ച് നിങ്ങൾ മാനസാന്തരപ്പെട് എന്ന് അവൻ പാപം ചെയ്ത വ്യക്തികളോട് പറയാൻ പറ്റി?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ ഒരു അശുദ്ധിയുള്ള ഒരു മകനെ ദൈവം, അതായത് കൽക്കരി കട്ടയായിരുന്ന മകനെ ദൈവം മാണിക്യമാക്കി മാറ്റി. ഇതാണ് യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുക. യേശുവിൻ്റെ വചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുക. അവൻ്റെ കുടുംബവും അവൻ്റെ അവൻ്റെ ജീവിതവും അവൻ്റെ ഉപജീവന മാർഗങ്ങളെല്ലാം ഈശോ തന്നെ അനുഗ്രഹിക്കും. ഇന്ന് നിങ്ങൾ അയ്യോ കടബാധിത, അയ്യോ രോഗം, അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാനെല്ലാം നശിച്ച് പോകണം. നശിക്കാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ വചനം ഇല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഒരു രോഗത്തിനും നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ ലോകത്തിന്റെ അധിപനായ യേശു ക്രിസ്തുവിനാണ് നിങ്ങളുടെ കൂടെ ഒപ്പം ഉള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നെ മറ്റ് അന്ധകാരത്തിനെ എങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റും? എങ്ങനെ പിശാച് ഇങ്ങനെ കുടുംബത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ പറ്റും? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, അഗസ്റ്റിന്റെ ജീവിതത്തിൽ വായിക്കും. പിന്നീട് അഗസ്റ്റിൻ തൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് കൊടുത്തപ്പോൾ ഒരു വൈദികനായി, മെത്രാനായി, വിശുദ്ധനായി. ഹല്ലേലൂയ. ഇന്ന് അഗസ്റ്റിൻ നല്ല വിളിക്കുന്നത് വിശുദ്ധ സെന്റ് അഗസ്റ്റിൻ. സെന്റ് അഗസ്റ്റിൻ എങ്ങനെയാ സെന്റ് അഗസ്റ്റിൻ ആയത്? അതാണ് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വ്യക്തി ടോട്ടൽ ചേഞ്ച് ആവും. ഹല്ലേലൂയ. അവൻ ജീവിതത്തിൽ പിന്നെ അവൻ അന്ധകാരത്തിന് പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അശുദ്ധിയുടെ മേഖല അവനെ തൊടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് വചനം പറയുന്നത്, പകലിന് യോജിച്ച വിധം നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലേ? നീ ഇന്ന് അശുദ്ധിയിലാണോ? നീ ഇന്ന് മിലേച്ഛതയിലാണോ? നീ അന്ധകാരത്തിലാണോ? നീ ഇന്ന് പൈശാചി പീഡയിലാണോ? നീ ഇന്ന് നിന്നെ തകർക്കുന്ന ഈ ലോകത്തിന്റെ ദേവന്മാരാൽ ബന്ധിക്കപ്പെട്ട് തകർന്ന് തരിപ്പണമായ മനുഷ്യനാണോ? എങ്കിൽ നീ പ്രാർത്ഥിക്കുക, ഈശോ കടന്നു വരട്ടെ, വചനം സ്വീകരിക്കട്ടെ, വിടുതൽ അവൻ നൽകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നമുക്ക് യേശു ക്രിസ്തു കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ ദൈവം അതിശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ പൗലോസ്ലീഹായുടെ മാനസാന്തരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ അവരെ കൊല്ലാൻ വേണ്ടി അധികാരിയിൽ നിന്നും അധികാരപത്രം വാങ്ങിച്ച് കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ, അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണും, കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ ഇതാ ചീറിപ്പാഞ്ഞു പോകുന്ന പൗലോസ്ലീഹ സൗൽ, അവനെ ഈശോ തട്ടിത്താഴത്തേക്കിടും. തട്ടിത്താഴയിട്ട് അവനോട് ചോദിക്കുക, പെട്ടെന്ന് അവന് സ്വരം കേൾക്കുകയാണ്, സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അപ്പൊ സാവൂൾ അങ്ങാരാണ്? അപ്പൊ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. അത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 24-ാം അധ്യായം 26-ാം അധ്യായം 14 മുതൽ, ആക്ട്സ് ചാപ്റ്റർ 26 14 മുതൽ, അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായം 14 മുതൽ. ഞങ്ങളെല്ലാവരും നിലം പതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന സ്വരം ഞാൻ കേട്ടു, സാവൂൾ ഇരുമ്പാണിമേൽ തൊഴിക്കരുത്. ഞാൻ ചോദിച്ചു, കർത്താവേ? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന, എഴുന്നേൽക്കുക, ഇപ്പോൾ നീ എന്നെ പറ്റി കണ്ടതും ഈ കാണാനിരിക്കുന്നതുമായ വ്യക്തി സാക്ഷ്യം ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ്. നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിചാരത്തിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവനെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തെ ശക്തിയും ദൈവത്തിലേക്ക് തിരിക്കാനും പാപമോചനം ചെയ്യാനുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു സാവൂളിൻ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സാവൂൾ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി. ഇന്ന് പ്രിയപ്പെട്ട ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ 2019 വർഷം നമ്മൾ ഇന്ന് യേശു ക്രിസ്തു വന്നിട്ട് 2019 വർഷം പൂർത്തിയായി. 2019 വർഷത്തിലാണ് നിൽക്കുന്നത്. തിരുസഭയിൽ ഇത്ര ശക്തമായ ദൈവവചന ശുശ്രൂഷ നടത്തിയ മറ്റൊരു സുവിശേഷകനെ ഈ ലോകത്തിൽ ഇനി കാണാനില്ല. നിങ്ങൾ മരിക്കുന്നവർ, ഇനി ഈ ലോകം അവസാനിക്കുന്നവരെയും പൗലോസ്ലീഹായെ പോലെ ഒരു ശുശ്രൂഷകൻ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകായിരങ്ങളിലേക്ക് അത് വിശപ്പും ദാഹവും. പൗലോസ്ലീഹായുടെ ആ സഹനത്തെക്കുറിച്ച് കൊരിന്ത്യർ 2-ാം ലേഖനം 11-ാം അധ്യായം എടുത്ത് വായിച്ചറിയാം. ജാഗരണം, പട്ടിണി, ഉപവാസം, അല്ലെങ്കിൽ
കടലിലൂടെ ഒഴുകി നടക്കുക, വിശപ്പും ദാഹവും പട്ടിണിയും കൊണ്ട് ഞെരുങ്ങുമ്പോഴും ഉള്ളിൽ യേശു ക്രിസ്തുവിനെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങിയ അതിശക്തമായ സുവിശേഷകൻ. ഹല്ലേലൂയ. പരാതി കൂടാതെ ദൈവവചനം വിളമ്പിക്കൊടുത്തവൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു സ്ഥാപിച്ച ക്രിസ്തു മതത്തെ തകർക്കുവാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയവൻ യേശു ക്രിസ്തുവിന്റെ വക്താവായി മാറി. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ എന്റെ ശിരസിലേക്ക് ആദ്യത്തെ കല്ലെറിയുന്നത് സാവൂള. അപ്പോസ്തലപ്രവർത്തനം 7-ാം അധ്യായത്തിൽ 60 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാൻ നമ്മൾ കാണും. എടുക്കണ്ട. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 7-ാം അധ്യായത്തിൽ 60 മുതൽ തിരുവചനങ്ങൾ ഞാൻ കാണും. യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവിന് സുവിശേഷം പ്രസംഗിച്ചു നടന്ന സ്തെഫാനോസ് അദ്ദേഹത്തെ പിടിച്ച് പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി ശിരസിലേക്ക് ഏറ്റവും ആദ്യത്തെ കല്ലെറിയുന്ന പൗലോസ്ലീഹായെ, ഈ പൗലോസ്ലീഹയുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ പൗലോസ്ലീഹ യേശു ക്രിസ്തുവിന് ശക്തമായ ഒരു സാക്ഷിയായി മാറി, ദൈവവചനം പ്രഘോഷകനായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാ, നിങ്ങൾ ഇരുമ്പാണിയിൽ തൊഴിക്കുന്നവരാകരുത്, മറിച്ച് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാകണം. യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരാകരുത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ വചനവും അത് പന്തലിക്കാൻ തുടങ്ങുമ്പോൾ അവന് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. പിന്നെ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അച്ഛൻ ഇത് ഉറപ്പായിട്ടാണ് പറയണത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല ക്ലേശങ്ങളിൽ നിന്നും വിടുതൽ നൽകാൻ ഈശോയ്ക്കും യേശുവിന്റെ വചനത്തിന് സാധിക്കും. അതുകൊണ്ട് നോക്ക്, ഇന്നൊരു രോഗശാന്തികൾ നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, വിടുതൽ നടക്കുന്നു. എവിടെയാ? എന്തുകൊണ്ടാണ് ഈ കൺവെൻഷൻ പന്തലിൽ വിടുതൽ നടക്കുന്നത്? എന്തുകൊണ്ടാ ഇവിടെ പ്രാർത്ഥിച്ച് ദൈവജനത്തിന് മക്കളില്ലാത്തൊരു മക്കളുണ്ടാകണത്? എന്തുകൊണ്ടാ ഇവിടെ പ്രാർത്ഥിച്ച് 10, 30, 40 വയസ്സായി വിവാഹം കഴിക്കാത്ത യുവാക്കളുടെ മേൽ കർത്താവ് കരുണ കാണിച്ച് അവർക്ക് ജീവിത പങ്കാളി നൽകുന്നത് എന്തുകൊണ്ടാ? ഇവിടെ വന്ന് അവരുടെ കുടുംബത്തിലെ മാതാപിതാക്കളോ പ്രാർത്ഥിച്ച് കർത്താവിനെ ഉള്ളിൽ സ്വീകരിച്ച് അവിടുത്തെ വചനം ഹൃദയപൂർവ്വം സ്വീകരിച്ചവരിലേക്ക് അദ്ദേഹം കൃപ ഒഴുക്കിയിട്ടുള്ളൂ. അല്ല, ചുമ്മാ വന്ന് മൂട് തട്ടിപ്പോയവരെ കർത്താവ് ഇതുവരെ ഇനി അനുഗ്രഹിച്ചിട്ടില്ല, ഞാൻ അനുഗ്രഹിക്കുകയില്ല. ആര് വന്നാലും നിങ്ങൾ വിചാരിക്കും നാളെ വട്ടാഴ്ച വരും, കുറെ കൂടുതൽ കിട്ടും. ഒന്നും കിട്ടുകയില്ല. അച്ഛൻ വരുമ്പോൾ അച്ഛൻ ചെയ്യും, ശുശ്രൂഷ ചെയ്യും, മോശമല്ല. ധാരാളം പേര് വരണം, ഞാൻ തുടക്കത്തിലൂടെ പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകാതെ, യേശു ക്രിസ്തു നിങ്ങൾക്ക് നൽകുന്ന വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിക്കാതെ ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞും വിടുതൽ പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. മനസ്സോർത്ത് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് ഇത് നിങ്ങളോട് പറയുന്ന ഇത്രയേ ഉള്ളൂ, എന്നെ നിങ്ങൾ സ്വീകരിക്കുക, എൻ്റെ വചനത്തെ ആർത്തിയോടെ സ്വീകരിക്കുക. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. സംഗീത പുസ്തകത്തിൽ 119-ാം അധ്യായത്തിൽ 119-ാം അധ്യായത്തിൽ 162-ാമത്തെ ലിഖിതം. സംഗീത പുസ്തകം 119. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് വലിയ കൊള്ള മുതൽ ലഭിച്ചതുപോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിൽ ആനന്ദിക്കുന്നു പറഞ്ഞ യേശു ക്രിസ്തുവിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും അതിൽ തന്നെ 175-ാമത്തെ തിരുലിഖിതം 119, 175. അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കട്ടെ, കൂട്ടമിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു. അങ്ങയുടെ ദാസനെ, അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് തുണയായിരിക്കുമ്പോഴാണ്, അങ്ങയുടെ വചനങ്ങൾ എനിക്ക് തുണയായിരിക്കുമ്പോഴാണ് കൂട്ടമിട്ട ആടിനെ പോലെ അലയുന്ന നിന്നെ തേടി കർത്താവ് വരുവുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. വലിയ കൊള്ള മുതൽ കിട്ടിയതുപോലെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുക, ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കുക, അവിടെ കർത്താവ് കൃപ ചൊരിയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങനെ യേശു ക്രിസ്തുവിനെ കർത്താവ് എൻ്റെ കൂടെ വരണമെന്ന് പ്രാർത്ഥിച്ചാൽ, ഞാൻ സെക്കിയോനിൽ ഒരു സാക്ഷ്യം ഞാൻ കേട്ട് ഇപ്പോൾ ഓർക്കാണ്. ആ സാക്ഷി ഇങ്ങനെയാണ്. അവിടെ ഒരു കുട്ടി, അവൻ എത്ര പഠിച്ചിട്ടും അവനൊരു പരീക്ഷയിൽ പാസ്സാകണില്ല. എൻജിനീയറിങ് പഠിച്ച് അവന് 6 സപ്ലി ഉണ്ട്. അത് 4 പ്രാവശ്യം എഴുതിയിട്ടും ജയിച്ചില്ല. അങ്ങനെ പരാജയപ്പെട്ട് പിന്നെ ഈ തോൽവിയെ ഏറ്റുവാങ്ങി അവൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവനോട് അവൻ്റെ അമ്മ പറയാണ്, നീ അട്ടപ്പാടി മലയിൽ പോയി ഒരു ദിവസം പ്രാർത്ഥിക്കുക.
അവിടെ കൽക്കുരിശ്, കൽപ്പാതയുണ്ട്, കൽപ്പാത, കല്ലുകളിട്ട് പാകിയിരിക്കുന്ന കൽപ്പാത. ആ കൽപ്പാതയിൽ പോയി നീ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക, മുട്ടയിലഴഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെ ജീൻസൊക്കെ കീറിപ്പോകും, അതുകൊണ്ട് ഞാൻ അവിടെ മുട്ടുകുത്താനൊന്നും തയ്യാറല്ലതോ. വീണ്ടും പഠിച്ച് ട്യൂഷനൊക്കെ പോയി പരീക്ഷ, 5ാമത് ഒരു പരീക്ഷ കൂടെ എഴുതി, 5ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതുകയാണ്. 5ാമത്തെ പരീക്ഷയിൽ 8 നിലയിൽ പൊട്ടി. അപ്പോൾ അവൻ തീരുമാനിച്ച്, അവൻ കുറേ പ്രാർത്ഥിച്ചു, ഇനി എനിക്ക് പ്രാർത്ഥനയെ പറ്റുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് അവൻ അട്ടപ്പാടി മലയിൽ വന്ന് അവൻ കുരിശിൻ്റെ വഴി കണ്ണുനീരോടെ മുട്ടയെ നീന്തി പ്രാർത്ഥിക്കുകയാണ്. ആ മുട്ടയെ കൂടെ നീന്തി അവൻ്റെ കാലെല്ലാം പൊട്ടി, ഇങ്ങനെ നീന്തി പ്രാർത്ഥിക്കുക. അങ്ങനെ മുകളിൽ പ്രാർത്ഥിച്ച് അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എളിമപ്പെട്ടിതാ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ എനിക്ക് വിജയം നൽകണം, എൻ്റെ കൂടെ വരണം കർത്താവേ, എന്നെ സഹായിക്കണം ഈശോയെ, എനിക്ക് മറ്റാരുമില്ല, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റും. ഇവൻ പ്രാർത്ഥിച്ച് അങ്ങനെയാണ്, ഈശോയെ എൻ്റെ കൂടെ വരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങയുടെ വചനം വായിച്ചോളാം, അങ്ങയുടെ വചനം ഞാൻ അനുസരിച്ചോളാം, എൻ്റെ സകല അശുദ്ധി ഉപേക്ഷിച്ച് ഞാൻ ഈശോ ക്രിസ്തുവിനെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പ്രാർത്ഥിച്ച് താഴെ മുകളിൽ നിന്ന് സമർപ്പിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് താഴെ ഇറങ്ങി വരുമ്പോൾ, ഇതാ നിങ്ങളവിടെ വന്നിട്ടുള്ള ആ താഴെ ഇറങ്ങി ഒരു കോൺക്രീറ്റ് ചെയ്ത സ്ഥലമുണ്ട്. അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു ലോക്ക് ഇട്ട ഒരു അച്ഛൻ നിൽക്കുന്നു. സാംസ്കാരിക വട്ടായച്ചനോ അല്ലെങ്കിൽ ബിനോയിച്ചനോ അല്ല നിൽക്കുന്നത്. അവൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അച്ഛനെ. അച്ഛനോട് പറഞ്ഞു, മോനെ, നീ പ്രാർത്ഥിച്ചത് ഞാൻ കണ്ടു. നീ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ സ്റ്റേഷനിലും, അതായത് കൃഷ്ണവേദിയുടെ ഓരോ പാത ഉണ്ടല്ലോ, 1ാം സ്ഥലം, 2ാം സ്ഥലം, 3ാം സ്ഥലം, അങ്ങനെ ഓരോ സ്ഥലത്ത് നീ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി നീ നിന്ന് അവിടെ ആ കുരിശിൻ്റെ ചുവട്ടിൽ നീ മുട്ടുകുത്തി കമന്ന് വീഴുമ്പോൾ നിന്നോടൊപ്പം മുൾക്കിരീടം ധരിച്ച് ദേഹമാസകലം രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന യേശു ക്രിസ്തു നിന്നോടൊപ്പം മുട്ടുകുത്തുന്നത് ഞാൻ കണ്ടു എന്ന്. എന്നിട്ട് ആ അച്ഛനോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ച നിയോഗം ഇപ്പോൾ നീ പരീക്ഷ എഴുതുകയോ എന്ത് ചെയ്തോ 6 വിഷയങ്ങൾക്കും നീ പാസ്സായിരിക്കും, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അവൻ പോയി. അവൻ വിചാരിച്ചു സിഗോനിലുള്ള ഏത് അച്ഛനായിരിക്കും എന്നാണ് വിചാരിച്ചത്. അവൻ പിന്നീട് പോയി പരീക്ഷ എഴുതിയപ്പോൾ എല്ലാം ഭയങ്കര പാട്. റിസൾട്ട് വന്നു, എല്ലാത്തിനും നല്ല മാർക്ക് കൂടി പാസ്സായി 6ാമത്തെ പ്രാവശ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നിട്ട് അവൻ ഓടി സിഗോനിലേക്ക് വരികയാണ്. പാസ്സായി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ അച്ഛനെ ഒന്ന് കാണണം. അവൻ അച്ഛനെ കാണാനില്ല അവിടെ വന്നിട്ട്. അങ്ങനെ ഒരു അച്ഛനെ, ഒരു ഷേപ്പുള്ള അച്ഛനെ അവിടെ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്നെ വന്ന് പറയാണ്, നിന്റെ ഒപ്പം ഞാനുണ്ട്, നീ പേടിക്കണം, ധൈര്യമായിട്ട് പൊക്കോ, നീ ധൈര്യമായിട്ട് പൊക്കോ. അവൻ ധൈര്യമായി പോയി പരീക്ഷ എഴുതി. അവൻ്റെ കൂടെ ഈശോ ഒന്ന് സഹായിച്ചു. ഇന്ന് ഇവിടെ കേട്ട സാക്ഷ്യങ്ങൾ ഇത് തന്നെയാണ് നമ്മളോട് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എല്ലാവരും ബുദ്ധിയുടെയും യുക്തിയുടെയും ചിന്തയുടെ ഒരു കാലഘട്ടമാണ്. എല്ലാവരും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് ബുദ്ധിയോടെ ചിന്തിക്കും, ഒരു വ്യാഖ്യാനിക്കും, ഇതെങ്ങനെ നടക്കുമോ, ഇതങ്ങനെ അത് നടക്കുമോ എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ്. അത് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നുകൊണ്ട് പറയാണ്, ഞാൻ നിന്നോടൊപ്പം, നീ പൊക്കോ ധൈര്യമായിട്ട്. അവൻ പറഞ്ഞു, ഇത് ഈശോ തന്നെയാണ് എന്നെ സഹായിച്ചത്, ഈശോ തന്നെയാണ് എന്നെ സഹായിച്ചത്. അവൻ 10,000 മുമ്പിലിരുന്ന്, അല്ലെങ്കിൽ അന്ന് അവിടെ വന്ന് 1000, 2000 ആളുണ്ടായിരിക്കാം, അവരുടെ മുമ്പിൽ അവൻ കയറി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞ ഓർക്കാണ് 2-3 വർഷങ്ങൾക്ക് മുമ്പ്. ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ. അന്ന് ഞാൻ വിചാരിച്ച ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കടബാധ്യത മാറണേ, രോഗം മാറണേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ ഹൃദയം പരിശുദ്ധമല്ല, അശുദ്ധിയും മ്ലേച്ഛതയും പൈശാചിക ശക്തികൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് തകർന്നടിക്കുന്ന കുടുംബങ്ങളിലേക്ക് പിന്നെ എങ്ങനെ ഈശോ കടന്നു വരും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ദൈവജനത്തിന് ഇനിയും ഹൃദയ പരിവർത്തനം വന്നിട്ടില്ല. അവർ വെറും ഒഴുകുന്ന ഓതളങ്ങായ പോലെ ഒഴുകി നടക്കുക. എത്രമാത്രം ക്ലേശങ്ങളും ദുരിതങ്ങളും ആകൃതിയും പ്രകൃതി വരെ നമുക്കെതിരെ തിരിഞ്ഞിട്ട് പോലും ദൈവജനത്തിന് മാനസാന്തരം ഇല്ല. ദൈവജനത്തിന് യേശു ക്രിസ്തുവിനെ വിളിക്കാൻ പറ്റണില്ല. ഒരു കൺവെൻഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ധ്യാനം കൊണ്ട്, ഒരു വിശുദ്ധ കുർബാന കൊണ്ട് ചുമ്മാ വെറുതെ വന്ന് നേരം പോക്കുന്ന ജനമായി മാറിയിരിക്കുകയാണ്. ജനത്തിനെല്ലാം എളുപ്പത്തിൽ കിട്ടുന്ന ക്യാപ്സൂൾ, ഒരു ഗുളികയായിട്ട് ഇപ്പം ഇവിടുന്ന് ഒരു പ്രാർത്ഥന കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, നന്നായിരിക്കും. ജനത്തിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കാനോ യേശു ക്രിസ്തു നാമത്തെ വിളിക്കാനോ അവൻ്റെ വചനം അനുസരിക്കാനോ ജനത്തിന് പറ്റത്തില്ല. എങ്ങനെയെങ്കിലും കടബാധ്യത മാറണം, രോഗം മാറണം, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്ത് എങ്ങനെ ആര് തരാൻ? ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന വചനം ഇതാണ്: ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തു കൂടെ വന്നാൽ പിന്നെ അവൻ യേശുവായി മാറും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൽ 9 മുതൽ 15 വരെയുള്ള തിരുലിഖിതങ്ങൾ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 9 മുതൽ 15 വരെ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 9 മുതൽ 15 വരെ തിരുലിഖിതങ്ങൾ. നിങ്ങൾ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ, യാത്രയ്ക്ക് സഞ്ചിയോ, 2 ഉടുപ്പുകളോ, ചെരിപ്പോ, വടിയോ, വേല ചെയ്യുന്നവൻ നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യത ഉള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടെ വിടുന്നത് വരെ അവനോടുകൂടെ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ, അർഹതയില്ലാത്തതെങ്കിൽ ആരെങ്കിലും നിങ്ങൾ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പോയി തട്ടിക്കളയുവൻ. വിധി ദിവസത്തിൽ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന്. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. ഇവിടെ ഇത് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ വചനം സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങൾ പ്രസംഗിച്ച ആളുടെ കാലിൽ പൊടി തട്ടി കളഞ്ഞിട്ട് പോരാണ് കർത്താവ് പറഞ്ഞത്. സ്വർണ്ണമോ വെള്ളിയോ അല്ല കർത്താവ് നമുക്ക് ശക്തി നൽകുന്നത്. ഇത് ശരിക്കും ഈ വചനം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇന്ന് തിരുസഭയിലെ അതിശക്തനായ ഒരു വിശുദ്ധൻ, രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു വിശുദ്ധനുണ്ട്. ആരാത്? ഫ്രാൻസിസ് അസീസി. തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പോലെ തന്നെ ജീവിതത്തിൽ വലിയ പ്രഭു കുടുംബത്തിൽ പിറന്ന ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന പുണ്യവാളൻ എല്ലാം ഉപേക്ഷിച്ച് സ്വർണ്ണമോ വെള്ളിയോ കഴിവോ അധികാരമോ പഠനമോ അല്ല, മറിച്ച് യേശുവാണ് എല്ലാത്തിനേക്കാൾ മേലിലുള്ളത്. യേശുവാണ് ഏറ്റവും വലുത്. യേശുവിൻ്റെ വചനമാണ്. ആ വചനം അനുസരിക്കുക, അതേപടി അനുസരിക്കുക. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞത്. നമുക്ക് എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു വെച്ചിട്ട് ഒരു ചാക്ക് വസ്ത്രമെടുത്ത് ധരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? നല്ല സൂപ്പും ചിക്കനും പന്നി മാംസമൊക്കെ കടിച്ച് വലിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസ് അസീസി പിന്നീട് പട്ടിണിയും ദാരിദ്ര്യമായി ഉപവാസത്തിൻ്റെയും ജാഗരണത്തിൻ്റെയും കാലം. യൂറോപ്പിലൊക്കെ ഒരു തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ അവിടെ മഞ്ഞ് പെയ്ത് മഞ്ഞിനകത്ത് നടക്കാൻ മേല. അപ്പോൾ ആ മഞ്ഞിനകത്ത് കൂടെ നിഷ്പാതകനായി കാലൊരു വള്ളിച്ചെരിപ്പ് പോലും ഇല്ലാതെ നടന്നു നീങ്ങി. എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിക്കുകയാണ്. അത് കറ തീർന്ന് വചനം പ്രഘോഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ കുരിശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കുരിശിലെ ചൈതന്യം ലോകജനത്തിന് പറന്നു കൊടുത്ത ഒരു ശക്തനായ വിശുദ്ധൻ. അപ്പോൾ ഇങ്ങനെ വചനം പ്രഘോഷിച്ച് നടക്കുമ്പോൾ ശക്തമായി ലോകത്തിന്റെ അരൂപി ജഡികാസക്തി തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, അശുദ്ധി കീഴ്പ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, ഐസ് കട്ട അത് വെട്ടിപ്പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി കിടന്നിട്ട് തൻ്റെ ശരീരത്തിന് ആസക്തിയെ ശമിപ്പിക്കുന്ന ഫ്രാൻസിസ് അസീസി. അതുപോലെ തന്നെ മുള്ള് നിറഞ്ഞു നിൽക്കുന്ന റോസമുള്ളിലേക്ക് വസ്ത്രവാഴ്ച പിടിച്ച് കിടന്ന് ഉരുളുന്ന ഫ്രാൻസിസ് അസീസി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ 40 ദിവസവും 100 ദിവസവും ജലപാനമില്ലാതെ വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് യേശുവിനെ ധ്യാനിച്ച് യേശുവിന്റെ വചനം ധ്യാനിച്ചിരിക്കുന്ന ഫ്രാൻസിസ് അസീസി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് അസീസി നടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം ഫ്രാൻസിസ് അസീസിനെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈശോ നിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്ന്, നീ എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഞാൻ നിന്റെ ഒപ്പം കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈശോയിൽ ഉണ്ടായിരുന്ന 5 തിരുമുറിവുകൾ ഫ്രാൻസിസ് അസീസി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശരീരത്തിലേക്ക് ഈശോ നൽകി. എന്നിട്ട് ജനം ഫ്രാൻസിസ് വിളിക്കാൻ തുടങ്ങി, ഇതാ യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു ഫ്രാൻസിസ് അസീസിയിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കൊരു താക്കീതായി നൽകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ കടന്നു വന്നു കഴിയുമ്പോൾ ഫ്രാൻസിസ് അസീസിയെ പോലെ യേശുവായി മാറാൻ പറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയാ 45 വയസ്സ് വരെയോ അതിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഫ്രാൻസിസ് അസീസി 50 വയസ്സ് പൂർത്തിയാക്കിയില്ല. എന്നാൽ ഈ കാലഘട്ടത്തിനുള്ളിൽ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകമല്ലേ കൊടുത്തത്?
എന്തിന് നമ്മൾ കൂടുതൽ ജീവിക്കുന്നത്? ഹല്ലേലൂയ. വെറുതെ ഭൂമിക്ക് ഭാരമാകാൻ പറഞ്ഞ് മരിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. ജീവിക്കുന്നിടത്തോളം കാലം യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയിലെ ശുശ്രൂഷ വചനം അനുസരിച്ച് ജീവിക്കണം. അപ്പോൾ കർത്താവ് നമുക്ക് അഭിഷേകവും ശക്തിയും നൽകും. പറഞ്ഞ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഫ്രാൻസിസ് അസീസിക്ക് തൻ്റെ തിരുമുറിവുകൾ നൽകിയപ്പോൾ ഫ്രാൻസിസ് അസീസി അതായത് ആ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചു, എത്രമാത്രം വേദന ഏറ്റെടുത്തു. തന്നിലുള്ള ജഡത്തിൻ്റെ ആസക്തിയെ നശിപ്പിക്കുവാൻ വേണ്ടി മുൾ കിടന്ന് ഉരുളുകയും ഐസ് കട്ട കിടന്ന് ഉരുളുകയും അങ്ങനെ ചാക്കൊടുത്ത് ചാരം പൂശി വെണ്ണീരിൽ നിന്ന് കർത്താവിൻ്റെ വചനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ് ഫ്രാൻസിസ് അസീസി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൂനമാവ് ദേശം ഈ പരിചയപ്പെടുത്തി ചാവറ പിതാവിന്റെ പാദസ്പർശനമേറ്റ ഒരു മണ്ണാണിത്. ദൈവത്തിന്റെ വചനം കറതീർന്നനുസരിച്ച ഒരു പുണ്യപിതാവ്. ഇന്ന് ജനഹൃദയങ്ങളിൽ ഈ പിതാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിതാവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതനായ സ്ഥാനം നൽകി യേശു ക്രിസ്തുവിന്റെ വചനത്തെ മുറുകെ പിടിച്ചതുകൊണ്ടാണ് ഇന്ന് ജനഹൃദയങ്ങളിൽ ചാവറ പിതാവ് ജീവിക്കുന്നത്. ഇന്ന് അൽഫോൻസാമയുടെ സവിത്വത്തിലേക്ക് അനേകായിരങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിന്റെ വചനത്തെയും കറതീരാതെ സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്ന് ഭരണങ്ങാനം ദേശത്തേക്ക് ജനം ഒഴുകിയെത്തുന്നത്. അനേകായിരങ്ങൾക്ക് ഇന്ന് ആ അമ്മ ആ കബറടത്തിൽ കിടന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സുവിശേഷം. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുക, അത് നൽകുന്ന സുവിശേഷം. ഒരു മൈക്ക് കെട്ടി ഇന്ന് അച്ഛൻ പറയുന്ന പോലെ അൽഫോൻസാമ്മ പ്രസംഗിക്കുന്നില്ല, മറിച്ച് ആ കബറടത്തിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ജനമാനസാന്തരപ്പെടുകയാണ്. യേശു ക്രിസ്തുവിന്റെ സ്നേഹം, യേശു ക്രിസ്തുവിന്റെ വചനം അത് മുറുകെ പിടിക്കും. മക്കളെ, ഇന്ന് നിശബ്ദമായി ആ അമ്മ കബറടത്തിൽ കിടന്ന് സംസാരിക്കുക. വിശുദ്ധ ചാവറ പിതാവ് ഇത് തന്നെ സംസാരിക്കുക. ഏബ്രാസ്യാമ്മ ഇത് തന്നെ സംസാരിക്കുക. ഒല്ലൂര് നിങ്ങൾ പോകുന്നുണ്ട്, അവിടെ മറിയം ത്രേസ്യ സംസാരിക്കുക. കുഴിക്കാട്ടുശ്ശേരിയിൽ സംസാരിക്കുക. തൻ്റെ ജീവിതത്തിൽ ത്യാഗത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ജീവിതം നയിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം അനുഷ്ഠിച്ച വിശുദ്ധന്മാർ ഹല്ലേലൂയ നമ്മുടെ നാട്ടിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കാർ യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ പൂർവികന്മാർ അതേപോലെ ജീവിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ളത്. ഹല്ലേലൂയ. അല്ലാതെ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തോട് ആലോചിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ജീവിച്ചു ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളൂ. അശുദ്ധമായ ജീവിത ശൈലി കൊണ്ട് സമ്പാദിച്ചതൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിലനിൽക്കുകയില്ല. ദൈവം തരാത്തതൊന്നും നിലനിൽക്കുകയില്ല. യേശു ക്രിസ്തു തരാത്തതൊന്നും നിലനിൽക്കുകയില്ല. യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലൊന്ന് ഹല്ലേലൂയ. നമ്മൾ കുറെ കുറ്റം പറഞ്ഞ് കുറെ പരദൂഷണം പറഞ്ഞ് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് നടക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നീ നാശത്തിലേക്കാണ് പോണത്. യേശു ക്രിസ്തു എന്ന അമൂല്യ രത്നം അത് കണ്ടെത്തി. അതാ പറഞ്ഞത്, പറഞ്ഞല്ലേ, ഒരു മനുഷ്യൻ ഒരു വയൽ കണ്ട് അതിലൊരു നിധി ഇരിപ്പുണ്ട് എന്ന് കണ്ടപ്പോൾ അവൻ എന്തു വില കൊടുത്തും ആ വയൽ വാങ്ങും. കാരണം അവനറിയാം, ഈ വയൽ വാങ്ങിയാൽ എത്ര വില കൊടുത്താലും ആ വിലയ്ക്ക് ഇരട്ടിയുള്ള വില കിട്ടുന്ന നിധി ഈ വയലിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ഞാനിത് സ്വന്തമാക്കും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്വന്തമാക്കും. കടബാധ്യതയുള്ളവർ കടം വീടാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ യേശു ക്രിസ്തു വാങ്ങുന്ന നിധിയെ സ്വന്തമാക്കുക. പിന്നെ അവൻ ബാക്കിയെല്ലാം നോക്കിക്കൊള്ളും. പക്ഷേ യേശു ക്രിസ്തു കടന്നു വരണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സക്കൈവൂസിനെ പോലെ മത്തായിയെ പോലെ തൻ്റെ ജീവിതത്തിൽ എന്താണോ യേശു ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി അത് തിരിച്ചറിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് ദൈവവചനത്തെ സ്വീകരിച്ചാൽ മാത്രമേ ഈശോ കടന്നു വരുള്ളൂ. പറഞ്ഞ് പലതരം ഉയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. മനസ്സുകൊണ്ട് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ട് വിശുദ്ധി പ്രാപിക്കാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക വിശുദ്ധരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് നൽകുന്ന ഇതാണ്. അവർ ഇന്ന് ജനഹൃദയങ്ങളിൽ വിശുദ്ധർ ഇന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ വിശുദ്ധരുടെ ദേവാലയങ്ങളിലേക്ക് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാനായി കടന്നു പോകുന്നുണ്ടെങ്കിൽ, അവരെല്ലാം യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിന്റെ വചനത്തെയും അവർ ആശ്ലേഷിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവർക്ക് സ്ഥാനമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന്
ഈ വചന കൂടാരത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന സാംസസിനെ കാണാൻ വേണ്ടിയല്ല, ഹല്ലേലൂയ, മറിച്ച് ദൈവത്തിന്റെ വചനം കേൾക്കുക, യേശു ക്രിസ്തുവിനോട് ചങ്കുപെട്ടി വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ അതിനൊരു ഉപകരണം മാത്രമാവുന്നുള്ളൂ. ഹല്ലേലൂയ, മനസ്സിലാവുന്നു? ഹല്ലേലൂയ. നിങ്ങൾ അട്ടപ്പാടി മലയിലേക്ക് കയറി വരുന്നത് ഒക്കെ ഒട്ടാഴ്ച കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലെല്ലാം ഉപരിയായി ഈശോയെ എന്നെ സഹായിക്കണമെന്ന് ചങ്കുപെട്ടി പ്രാർത്ഥിക്കാനാണ് കടന്നു വരുന്നത്. അല്ലാതെ കാഴ്ച കാണാൻ വന്നവർ കാഴ്ച കണ്ടിട്ട് തിരിച്ചു പോരുന്നുണ്ട്. അത് അതേപടി തന്നെ ഇരിക്കും. ഈ കൺവെൻഷൻ വന്ന് കാഴ്ച കാണാൻ അങ്ങനെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കും, ഇനിയും നടക്കും. 21 41 ആകും, 41 51 ആകും, 51 100 സെഞ്ചുറി ഇവിടെ കിടക്കും. അന്നും ഇതുപോലെ ആ തലമുറകൾ അങ്ങനെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ, മനസ്സിലാവുന്നു? ഹല്ലേലൂയ. ഏത് ദേശത്ത് പോയാലും കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ല, അവിടുത്തെ വചനം നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ശക്തിപ്പെടുത്തുക. യേശു ക്രിസ്തുവിന് വേണ്ടി സകലതും എന്താണ്? വീണ്ടും നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 30 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈശോയ്ക്ക് സ്ഥാനം കിട്ടാൻ കാരണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിക്ക്. പ്രയോജനമില്ലാത്ത മനുഷ്യപത്രം എല്ലാ ദൂതന്മാരുടെ മകത്തിൽ എഴുന്നള്ളുമ്പോൾ ആ മുകളിലേക്ക് വേഗം പോട്ടെ. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും കോലാടികളെ, അതൊക്കെ പോട്ടെ, മുകളിലേക്ക് പോട്ടെ, ചെമ്മരിയാടി എന്നപോലെ നിർത്തും. രാജാവ് തൻ്റെ വലതു ഭാഗത്തുള്ളവർ അരുൾ ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമായിരിക്കുന്ന രാജ്യം അവകാശമാക്കുവിൻ. ഓർത്ത് വായിക്ക്. എന്തെന്നാൽ എനിക്ക് വിശന്നു, ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നു, പരദേശിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ പറയും, കർത്താവേ, നീ വിശക്കുന്നവനായി ആഹാരം നൽകിയതും ദാഹിക്കുന്നതിനായി കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാർ ഒരുവനെ നിങ്ങൾ സഹായം ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും. ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളിന്ന് പ്രിയപ്പെട്ട വളരെയേറെ എല്ലാവരും അഭിമാനത്തോടെ പറയുന്ന വിശുദ്ധ മദർ തെരേസ മറ്റൊരു കോൺഗ്രിഗേഷനിൽ വ്രതം സ്വീകരിച്ച് സിസ്റ്ററായി ജീവിക്കുമ്പോൾ ഇതാ ഒരു ദിവസം പറയുകയാണ്, ഇങ്ങനെ വായിക്കുകയാണ്, നീ നിന്റെ സഹോദരന്മാർക്ക് വേണ്ടി ജീവിക്കണം, നീ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കണം, രോഗികളെ സന്ദർശിക്കണം, കാരാഗ്രഹ അനാഥരെയും വിധവകളെയും സമൂഹത്തിൽ വേണ്ടാത്തവരെയും അതുപോലെ സമൂഹത്തിൽ തഴയപ്പെട്ടവർക്കും നീ അത്താണിയായും. അതാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കയ്യിൽ 5 പൈസ ഇല്ലാതെ ആ അമ്മ തെരുവിലേക്ക് ഇറങ്ങി. എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ജീവിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ആയിരങ്ങൾ ഈ അമ്മയുടെ അടുക്കലേക്ക് വന്നു. അനേകർക്ക് ജീവനും അനേകർക്ക് ആശ്വാസമായി മാറി, അനേകർ ഹൃദയങ്ങളിൽ സന്തോഷമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം മദർ തെരേസ ഇന്ത്യയിലെ പൗരയായി എന്ന് പറഞ്ഞ് ഏത് രാജ്യത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു വിസായും കൂടാതെ ഏത് രാജ്യത്തേക്കും പോകാനുള്ള ലോക രാഷ്ട്രം സമ്മാനമായി കൊടുത്തു. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ സുവിശേഷം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മയുടെ ജീവിതം കണ്ടിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ അമ്മയുടെ ചൈതന്യം സ്വീകരിച്ച് ജീവിക്കാനായിട്ട് മുന്നോട്ട് വന്ന അനേക ചെറുപ്പക്കാർ ഇന്ന് 125 രാഷ്ട്രങ്ങളിലായി മദർ തെരേസയുടെ ആ ഒരു സന്യാസ ഭവനം ഇന്ന് വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇന്ന് യേശു ക്രിസ്തുവിന്റെ വചനം ജീവിച്ചപ്പോൾ സ്വർഗത്തിൽ നിശ്ചയം മരിച്ചു കഴിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉടനെ തന്നെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ജോൺ പോൾ 2 മാർപ്പാപ്പ. ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു വിശുദ്ധയായി മരിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ വചനം അനുസരിക്കണം. വിശക്കുന്നവരെയും വേദനിക്കുന്നവരെയും സങ്കടപ്പെടുന്നവരെയും ആശ്വസിപ്പിക്കുന്ന ഒരു സ്നേഹ ചൈതന്യം അത് യേശു ക്രിസ്തു നിങ്ങളിലേക്ക് നിറയുമ്പോൾ ആ വചനം നിറയും. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ഇടതുവശത്ത് നിൽക്കുന്നവരോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. തുടർന്ന് വായിക്കും. ഇപ്പൊ വായിച്ചതിന്റെ വചന വായിക്ക്. ഇടതുവശം എന്താ പറഞ്ഞ? അനന്തരം അവൻ തൻ്റെ ശപിക്കപ്പെട്ടവരെ നിങ്ങളിൽ നിന്ന് അകന്ന് പിശാചിനും അവരുടെ ദൂതന്മാർക്കുമായി
സജ്ജമായിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ ശുശ്രൂഷയായിരുന്നു എപ്പോൾ? അപ്പോൾ അവർ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. പറഞ്ഞ വർദ്ധകരമീർത്തി ഹല്ലേലൂയാ. മനസ്സ് തുറന്ന് പറഞ്ഞ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവില്ലാത്തൊരു ജീവിതം, യേശുവിന്റെ വചനം അനുസരിക്കാത്തൊരു ജീവിതം നരക. അത് ഇനി കർത്താവ് വിധിയാളനായി നിങ്ങളെ പിടിച്ച് നിത്യ നരകാഗ്നി തള്ളാൻ വേണ്ടി സമയം വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിത്യ നരകാഗ്നി തള്ളാൻ സമയം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഇപ്പോൾ ഈ സമയം നിങ്ങൾ ചിന്തിച്ചോളുക. ഇന്ന് നിങ്ങൾ അന്ധകാരത്തിന് പ്രവർത്തികളാൽ ചെയ്യുന്നെങ്കിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, ജനം ഇത്രമാത്രം പീഡകളും രോഗങ്ങളും അസ്വസ്ഥകളും ഒക്കെ വന്നിട്ടും ജനത്തിന് യേശു ക്രിസ്തുവിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആ വചനം ഇപ്പോഴും അനുസരിക്കാൻ പറ്റണില്ല. ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നോക്ക്, ഇന്നൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്ക്, നിങ്ങളൊരു പനിക്ക് മരുന്ന് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇരിക്കാതെ ഡോക്ടറെ കാണാൻ പറ്റില്ല. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കൊച്ചുകുട്ടികൾ തൊട്ട് മരിക്കാനായി കിടക്കുന്നവരെ ക്യാൻസർ ബാധിച്ച് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കും. പേരറിയാത്ത രോഗപീഠകൾ, അതുപോലെ നമുക്ക് എന്തെല്ലാം ഇത്രയേറെ വന്നിട്ട് ജനത്തിന് ഈ ഈശോയുടെ അടുക്കിലേക്ക് വരാൻ പറ്റുന്നില്ല. ഇത്രയും സംഭവിച്ചിട്ടും പ്രകൃതി തന്നെ നമുക്കെതിരായി എന്തെല്ലാം രോഗമാണ്. നിപ്പ വൈറസ് പറഞ്ഞ് പഴം പോലും തിന്നാൻ പറ്റാത്ത അവസ്ഥയായി. വിദേശത്ത് നിന്ന് ഒരു ഫ്ലൈറ്റിൽ പോലും ആളുകൾ കയറി പോയി യാത്ര ചെയ്യാൻ പറ്റാത്ത, വിദേശത്ത് ജോലി അവധിക്ക് വന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അത്രയേറെ നമ്മുടെ ഈ നാട്ടിൽ മാത്രം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത് തന്നെയാണ്. രോഗങ്ങളും തടസ്സങ്ങളും പീഡകളും അസ്വസ്ഥതകളും കൊണ്ട് ജനം, എന്നിട്ടും ജനത്തിന് തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നിട്ടും ജനം ഇന്നും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എന്തൊക്കെയോ മുറുകെ പിടിച്ചു നടക്കുക. ഇത്രയേറെ സകനങ്ങളും രോഗങ്ങളും പീഡയും പട്ടിണിയും വന്നിട്ടും ജനത്തിന് മനസ്സിലാകുന്നില്ല. അവർ പിന്നെ നടക്കുകയാണ്, എൻ്റെ കഴിവ് എൻ്റെ ശക്തി, എൻ്റെ കഴിവ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞ് വീണ്ടും നടക്കുകയാണ്. യേശുവും വേണ്ട, യേശുവിൻ്റെ വചനവും വേണ്ട. വെറുതെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന പോലെ ഒഴുകി വരും, എന്നിട്ട് എവിടെയെങ്കിലും ഇരിക്കും, തിരിച്ചു പോകും, യേശുവിനെ കൂടാതെ തിരിച്ചു പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം, അവിടെ 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, യേശു ക്രിസ്തുവിനെ എന്നൊക്കെ പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന് ദേവാലയത്തിൽ, അതായത് തിരുനാളിന് പോകുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ കാണാം അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് 2-ാമത്തെ അധ്യായത്തിൽ യേശു, അതായത് 41 മുതൽ വചനങ്ങൾ, യേശു ക്രിസ്തു തൻ്റെ മാതാപിതാക്കളോടൊപ്പം ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിൽ അവൻ 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോകുന്നു. എന്നാൽ ബാലനായ യേശു മാതാപിതാക്കന്മാർ അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന് കൂടെ കാണും വിചാരിച്ച് ഒരു ദിവസത്തെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായകയാൽ അവർ യേശുവിനെ തിരക്കി ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ കണ്ടെത്തി. മതി. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, യേശു ക്രിസ്തുവിൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ, തൻ്റെ കൈപ്പിടിയിൽ നിന്നും യേശു ക്രിസ്തു നഷ്ടപ്പെട്ടു പോയ കാര്യം അറിഞ്ഞോ? വളർത്തു പിതാവായ യോസേഫ് പിതാവ് തൻ്റെ ജീവിതത്തിൽ നിന്നും ഉണ്ണി യേശു നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞോ? പറ. അവർ പിന്നെ യാത്ര ചെയ്യാണ്, പള്ളിയിൽ പോയി നേർച്ച കാഴ്ചകളൊക്കെ ഇട്ടു,
എല്ലാം സംഭവിച്ചു. അവിടെയുള്ള സകല സാധനങ്ങൾ, പാത്രങ്ങളും, പെരുന്നാളിന് പോയ സമയത്തെല്ലാം നമ്മൾ പണ്ട് വാങ്ങിക്കുന്ന മിഠായിയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ ബന്ധുക്കൾ കൊടുക്കാൻ സകല സാധനം മേടിച്ച് ബാഗിനകത്ത് നിറച്ചു. അവർ സന്തോഷിച്ച് തിരുനാൾ ആഘോഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴും അവരറിയുന്നില്ല യേശു തന്നിൽ നിന്നും നഷ്ടപ്പെട്ട കാര്യം അറിയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന പലരും ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും യേശു ക്രിസ്തു നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ കൂടെ ഈശോ ഉണ്ടെന്ന് വിചാരിക്കുന്ന നടക്കാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നിങ്ങൾ മരിച്ച് കർത്താവിൻ്റെ അടുത്ത് ചെന്നേക്ക് പറയും, ഈശോ പറയും ഞാൻ നിങ്ങളെ, അപ്പം നിങ്ങൾ പറയും അഭിഷേകാഗ്നി 21 കൂടി 31 കൂടി. അപ്പം ഈശോ പറയും അഭിഷേകാഗ്നി പോയത് സത്യം, പക്ഷേ നിങ്ങളവിടെ 5 ദിവസം വരുന്നു, എല്ലാവരും കൂടെ നിങ്ങൾ വന്നിട്ട് തിരിച്ചു പോയി, ഞാൻ നിങ്ങളുടെ ഒപ്പം ഇല്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ഒപ്പം ഇല്ലായിരുന്നു. യേശു ക്രിസ്തു നഷ്ടപ്പെട്ട കാര്യം അതായത് പരിശുദ്ധ അമ്മ അറിഞ്ഞില്ല, യേശു പിതാവ് അറിഞ്ഞില്ല. ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടോ നിങ്ങളുടെ ജീവിത രീതികൾ കൊണ്ടോ യേശു ക്രിസ്തു എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു പോയി. അതിനുള്ള തിരിച്ചറിവ് കിട്ടാനുള്ള സമയമാണ് അഭിഷേകാഗ്നി കൺവെൻഷനുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിതാവും മാതാവും കരഞ്ഞു നിലവിളിച്ചു. എന്നിട്ട് അയ്യോ ഈശോ പോയല്ലോ എന്ന് വിചാരിച്ച് അവർ അവിടെ ഇരിക്കുകയല്ലേ ചെയ്തത്. എന്താ ചെയ്തത്? അവർ 3 ദിവസം മുമ്പോട്ട് നടന്ന അതേ വഴി അതേപോലെ തന്നെ പിന്നോട്ട് നടന്നോ? എവിടെയാണ് അവര് യാത്ര ആരംഭിച്ചത്? ആ യാത്ര ചെയ്ത സ്ഥലത്ത് തന്നെ. അപ്പോൾ ആ 3 ദിവസത്തെ യാത്ര പിന്നിട്ടപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അവർ യാചിച്ചുകൊണ്ടിരുന്നു. അവർ കണ്ണുനീരോടെ തൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെ ഓർത്ത് അനുദപിച്ചും പ്രാർത്ഥിച്ചും നിലവിളിച്ചും ആ 3 ദിവസത്തെ അതേ യാത്ര തിരിച്ച് പിന്നിട്ട് യാത്ര ചെയ്ത് ദേവാലയത്തിലെത്തിയപ്പോൾ അവിടെ യേശുവിനെ അവർ കണ്ടെത്തി. പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സോർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വചനം കേൾക്കാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമയം എവിടെ, ഏത് സ്ഥലത്ത് വെച്ച്, എൻ്റെ ഏത് ജീവിത രീതി കൊണ്ട്, എൻ്റെ എന്ത് പ്രവർത്തനം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്നും യേശു ക്രിസ്തു നഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. അത് ചിലപ്പോൾ എൻ്റെ ദുശീലങ്ങളായിരിക്കാം, അത് ചിലപ്പോൾ എൻ്റെ അഹങ്കാരമായിരിക്കാം, അത് ചിലപ്പോൾ എൻ്റെ തന്നെ ഏതെങ്കിലും സ്വഭാവ വൈകൃതങ്ങളായിരിക്കാം. എന്നിൽ യേശു ക്രിസ്തു നഷ്ടപ്പെട്ടു പോയി. യേശു ക്രിസ്തു നഷ്ടപ്പെട്ടാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് പോയി, പിന്നെ അവനിലേക്ക് വചനം പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നമ്മൾ വിശുദ്ധന്മാരുടെ ജീവിതമൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത് കർത്താവിൻ സന്നിധിയിൽ നിന്ന് വാങ്ങണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഭാരതത്തിൻ്റെ 2ാമത്തെ അപ്പസ്തോലൻ. അദ്ദേഹത്തെ ഇഷ്ടംപോലെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പക്ഷേ ഈശോ ഇല്ല. സമ്പത്തുണ്ടായിരുന്നു, ഈശോ ഇല്ല. അറിവുണ്ട്, ഈശോ ഇല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 26-ാമത്തെ തിരുലിഖിതം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26 വായിക്ക്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവന് സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കാൻ പറ്റും? ഇന്ന് ഇവിടെ വചനം കേൾക്കാൻ കൂടിയിരിക്കുന്ന ജനത്തോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു വാക്കിതേ ഉള്ളൂ. ഒരുവൻ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ഈ ലോകത്തിൻ്റെ സകല പ്രതാപവും നീ നേടിയെടുത്താലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന പ്രവൃത്തി ആണ് നീ ചെയ്തതെങ്കിൽ നിനക്ക് എന്ത് പ്രയോജനം? ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഒരൊറ്റ വചനം ഫ്രാൻസിസ് സേവ്യർ ജീവിതത്തെ കുത്തിത്തുളച്ച് കയറിയും. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴെല്ലാം ഇങ്ങനെ ചിന്തിക്കുകയാണ്, നീ ലോകം മുഴുവൻ നേടാൻ ഓടുകയാണ് നിന്റെ വിദ്യാഭ്യാസം കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്. പക്ഷേ നിനക്ക് യേശു ക്രിസ്തു ഇല്ലാതെ നീ എങ്ങോട്ട് ഓടിയിട്ട് കാര്യം?
അവൻ്റെ കയ്യിലുള്ള ആ അധികാരത്തിൻ്റെ അറിവിൻ്റെ വടി താഴത്തേക്ക് വെച്ചിട്ട് ഇതാ ഫ്രാൻസിസ് സേവ്യർ ലോകത്തിലേക്ക് ഇറങ്ങി. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ആ വചനം ലോകത്തിന് വിളമ്പിക്കൊടുത്തുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങി. ഞാൻ നിങ്ങൾ പറഞ്ഞെന്ന് അറിയത്തില്ല, 3.5 ലക്ഷത്തോളം ദൈവമക്കൾക്ക് മാമോദീസ നൽകി യേശുവിനെ കൊടുത്ത ആളാണ് ഫ്രാൻസിസ് സേവ്യർ. ഇന്ന് അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ശരീരം ഇന്നും മണ്ണിന്, പുഴുവിനോ കൃമിക്കോ ദൈവം വിട്ടുകൊടുത്തില്ല. ഇന്നുകൊണ്ട് ഗോവയില് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ ഇന്നും അഴുകാതെ അവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, മനസ്സുകൊണ്ട് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ വഴിയല്ല എൻ്റെ വഴി, യേശു ക്രിസ്തുവിന്റെ വഴി, യേശു ക്രിസ്തുവിന്റെ വചനമാണ് എൻ്റെ വഴി. ആ വഴി തിരഞ്ഞെടുത്തപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ നിന്നും വേറിട്ട് യേശു ക്രിസ്തുവിന് പ്രിയപ്പെട്ട പൈതലായി മാറി. നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് നിറയണം. എന്നാൽ യേശുവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യരുത്. യേശുവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുക. വചനം ധാരാളം നിങ്ങളിലേക്ക് നിറയട്ടെ, വചനത്തെ പെരുമഴ നിങ്ങളിലേക്ക് നിറയട്ടെ. കർത്താവ് അതിശക്തമായൊരു അഭിഷേകം നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഓരോ വിശുദ്ധരുടെയും തിരുനാള്, ഇനിയിപ്പോൾ തിരുനാളിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇനി തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ഓരോ ദേവാലയത്തിലും തിരുനാൾ ആഘോഷിക്കും. വിശുദ്ധന്മാരെ എഴുന്നള്ളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ വിശുദ്ധൻ്റെ പിന്നാലെ നിങ്ങൾ കൊടിയും അതുപോലെ കൊടയും ആയി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ആ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് ചിന്തിക്കണം. ഇവർ യേശു ക്രിസ്തുവിന് സാക്ഷികളായി മരിച്ചവരാ, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിച്ചവരാ, യേശു ക്രിസ്തുവിൻ്റെ വചനം ജീവിച്ചവരാ. അവരെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്ന് ജനത്തിൻ്റെ ഹൃദയത്തിൽ മഹത്വമായി മാറുന്നത്, മഹത്വീകരിക്കപ്പെട്ടത്. യേശുവിനെയും യേശുവിൻ്റെ വചനത്തെയും മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഇന്ന് വിശുദ്ധന്മാരായി നിങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഹല്ലേലൂയ. തിരുനാൾ ആഘോഷിക്കേണ്ടെന്നല്ല പറഞ്ഞത്. വിശുദ്ധ സെബസ്ത്യാനോസോ വിശുദ്ധ ഗീവർഗീസോ അല്ലെങ്കിൽ സമ്മദ്രേസ്യയോ കൊച്ചുദ്രേസ്യയോ സകലരും അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് വില കൊടുത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധി പ്രാപിച്ച വിശുദ്ധ കൊച്ചുദ്രേസ്യ. ആധ്യാത്മിക കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ദൈവത്തിൻ്റെ, അതായത് കൃപയിലേക്ക് നിറഞ്ഞ് സ്വർഗം വരെ ഉയർത്തപ്പെട്ട അമ്മ ത്രേസ്യ. ഇവരൊക്കെ ജീവിതത്തിൽ യേശു ക്രിസ്തു ജീവിതത്തിൽ ജീവനായി മാറി, ശക്തിയായി മാറി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ യേശു ശക്തി പ്രാപിക്കട്ടെ, വചനം ജീവനായി മാറട്ടെ. വചനം ഊർജ്ജസ്വലമായി 2 വാളിനേക്കാൾ മൂർച്ചയേറിയ ചേതനയിലും മജ്ജയിലും തുളച്ചു കയറി അത് ആത്മാവിനെ വിവേചിച്ചറിയുന്ന അത്ഭുത ശക്തിയായി മാറട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ജനം വിടുതൽ പ്രാപിക്കും. ജനം പൈശാചിക പീഡയിൽ നിന്നും അന്ധകാരത്തിൽ വിടുതൽ പ്രാപിക്കും. അവിടെ ദൈവത്തിന് നാമം മഹത്വപ്പെടും. ഹല്ലേലൂയ. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.